നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അനുയോജ്യമായ സ്ഥാനത്ത് മാത്രമേ നമ്മുടെ സാന്നിധ്യം അറിയിക്കാവൂ. അവഗണിക്കപ്പെടുന്നിടത്തുനിന്ന് എപ്പോഴും മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. നിന്നെ ഇങ്ങനൊരവസ്ഥ ഞാൻ കാണുന്ന ആദ്യമായിട്ടാ. ചേച്ചിക്കറിയാവുന്ന ആതിര ഇങ്ങനൊന്നും അല്ലായിരുന്നു. കേവലം ഒരാളുടെ അസാന്നിധ്യത്തിൽ തകരാനും മാത്രം ദുർബലയല്ല നീ എന്ന് എന്റെ വിശ്വാസം. സ്വന്തമായി നിലപാടുകളില്ലാതെ തീരുമാനങ്ങൾ എടുക്കാതെ ജീവിച്ച ആളാ നിന്റെ ചേച്ചി. പക്ഷേ ഇപ്പൊ പലതും ബോധ്യമാവുന്നുണ്ട്. നല്ലൊരു ജീവിതം, നല്ലൊരു കുടുംബം, ഇതൊക്കെ പറഞ്ഞ് എന്റെ കാര്യത്തിൽ എല്ലാവരും ഊറ്റം കൊള്ളുമ്പോഴും സങ്കടങ്ങളെല്ലാം ഒരു ചിരിക്ക് പിന്നിൽ ഒളിപ്പിച്ച് ഇരുട്ടിൽ തപ്പുന്ന ഒരു അർച്ചനയുണ്ട്. എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു അർച്ചന. നിന്റെ സ്നേഹം നിനക്ക് തന്നെ ബോധ്യമാവണമെന്നുള്ളത് പ്രധാനം. ആ ബോധ്യം നിനക്കുണ്ടെങ്കിൽ ഈ ചേച്ചിയുണ്ട് നിന്റെ കൂടെ. സന്ദീപിന്റെ അസാന്നിധ്യം നിനക്ക് കണ്ണീരായി മാറുന്ന പോലെ അവനും അങ്ങനെയാണെങ്കിൽ മാത്രം ചേച്ചിയെ കൊണ്ടാവുന്ന വിധം ഞാൻ സഹായിക്കാം. പക്ഷെ ഒന്നുകൂടി ഞാൻ പറയാം, സന്ദീപിന് ഇതൊരു നേരം പോക്കിനുള്ള തമാശ മാത്രമാണെങ്കിൽ നീ ഇതിന്ന് പിന്മാറണം. സമ്മതാണോ നിനക്ക്? സമ്മതം. സന്ദീപിന് എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നല്ല ചേച്ചി പറയുന്ന പോലെ. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. നീ കേൾക്കാൻ ആഗ്രഹിക്കാത്തതാണ് അവൻ പറയുന്നതെങ്കിൽ നീ തകർന്നു പോകരുത്. നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ വല്ലാത്തൊരു വേദനയാ, പ്രത്യേകിച്ചും സ്നേഹത്തിന്റെ കാര്യത്തില്. നിന്റെ സ്നേഹം ആർക്കും ഒരു വേദനയാവരുത്. എന്റെ അബദ്ധങ്ങളൊന്നും നിന്നിലേക്ക് വരാതിരിക്കാനാ ഞാനിതൊക്കെ പറയുന്നത്. ചേച്ചി, സന്ദീപിനെ നിനക്ക് കിട്ടുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. അറിയാവുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇഷ്ടം, വിവാഹം, ഇതിനേക്കാളൊക്കെ വലുത് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാ. നീ സ്വപ്നങ്ങൾ കാണേണ്ടത് മറ്റുള്ളവരുടെ ചെലവിലാവരുത്. പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലിൽ നിന്ന് കഴിയുമ്പോൾ നീ പറയുന്നതൊക്കെ കേൾക്കാൻ എല്ലാവരും ഉണ്ടാവും. നിന്റെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാവും. ഈ പ്രായത്തിനിടയ്ക്ക് ചേച്ചി പഠിച്ച വലിയൊരു പാഠം അത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.